ഹായ് ഫ്രണ്ട്സ്, അനുഷ ഫാബ്രിക് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ കാണിക്കുന്നത് ലൈനിങ് വെച്ചിട്ട് ടോപ്പ് കട്ട് ചെയ്യുന്ന വിധം. കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിൽ കാണിച്ചിരുന്നു. ഫുൾ സെറ്റായിട്ട് കട്ട് ചെയ്യുന്നതാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് പാൻറ്റ് മാത്രമാണ് കട്ട് ചെയ്തത്. അപ്പോൾ നമ്മളിന്ന് കട്ട് ചെയ്യാൻ പോകുന്നത് ടോപ്പാണ്. ആ ടോപ്പ് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോകളിൽ ഇട്ടിരുന്നു. അപ്പം എല്ലാവർക്കും അത് മനസ്സിലായി കാണില്ല എന്ന് വിചാരിക്കുന്നു. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്നും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ നിങ്ങൾക്ക് കുറേ കൂടെ കാര്യങ്ങൾ അതിൽ നിന്നും വ്യക്തമാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ലൈനിങ്ങും ടോപ്പിൻ്റെ മെറ്റീരിയലും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്, 2 പീസ്. അപ്പോൾ ആദ്യം ഇതിൽ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യണം. ഇതാണ് ഇതിൻ്റെ ലൈനിങ് പീസ് വരുന്നത്. 2-2.25 മീറ്റർ, അതായത് ലെന്ത് അനുസരിച്ച് നമ്മൾ എത്ര ലെന്ത് വരുന്നോ അതനുസരിച്ച് ടോപ്പിൻ്റെ ലെന്ത് അനുസരിച്ച് വേണം ലൈനിങ് എടുക്കാനായിട്ട്. ഇപ്പോൾ കോട്ടൺ പീസ് ആയതുകൊണ്ട് നമ്മൾ അത് കുറച്ച് ലൈനിങ് മേലെ നിന്നാലും വലിയ പ്രശ്നം വരുന്നില്ല. ഇതാണ് ബോഡി പീസ് വരുന്നത്. ഇങ്ങനെയാണ് ബോഡി പീസ് വരുന്നത്. ബോഡി പീസിൻ്റെ സെൻറ്ററിൽ കണ്ടില്ലേ ഇങ്ങനെ ഒരു വർക്കുണ്ട്. അപ്പോൾ ആ വർക്ക് നമ്മൾ സെൻറ്റർ നോക്കി വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ലൈനിങ് കട്ട് ചെയ്യാം. അപ്പോൾ ടോപ്പിൻ്റെ ലെന്ത് എത്രയാണ് വരുന്നതെന്ന് നോക്കണം. അപ്പോൾ ലെന്ത് ചെക്ക് ചെയ്ത ശേഷം മെഷർമെൻറ്റ് എടുത്തിട്ടുള്ള മെഷർമെൻറ്റ് വെച്ചിട്ടാണ്. ഇപ്പം അളവല്ല, തുണിയിൽ നിന്ന് അളവെടുക്കുകയല്ല, നമ്മൾ മെഷർമെൻറ്റ് എഴുതി വെച്ചിരിക്കുകയാണ്. ബോഡിയിൽ നിന്നും എഴുതി വെച്ചിരിക്കുന്ന മെഷർമെൻറ്റാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ഇവിടെ മെഷർമെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഈ മെഷർമെൻറ്റിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടോപ്പിൻ്റെ ലെങ്ത്, ചെസ്റ്റ്, വേസ്റ്റ്, ഷേപ്പ് എല്ലാം കറക്റ്റായിട്ട്, സ്ലീവ് ലെന്ത് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അളവിലേക്ക് ആണ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കേണ്ടത്. അപ്പം അതിൻ്റെ ലെന്ത് വരുന്നത് 44 ലെന്താണ് വരുന്നത്. ടോപ്പിൻ്റെ ലെന്ത് വരുന്നത് 44 ആയതുകൊണ്ട് നമ്മളിവിടെ ലൈനിങ്ങിന് 41 റെഡി എടുക്കണം. അതല്ലെങ്കിൽ അത്രയും കട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇത് ഇവിടെ ഉള്ളത് 41 ആണ് ഉള്ളത്. അപ്പം ലെങ്ത് ഓക്കെയാണ്. ഇനി അടുത്തത് എടുക്കേണ്ടത് നെക്കാണ്. നെക്കിൻ്റെ ഭാഗത്ത് ഓപ്പൺ നെക്ക് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ 3 ഇഞ്ച് മാർജിൻ ഇടണം. 3 ഇഞ്ച് മാർക്ക് ചെയ്യണം. അതിനുശേഷം ഷോൾഡർ എത്രയാണ് നമുക്ക് റെഡി വേണ്ടതെന്ന് നമ്മൾ നോക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നമുക്ക് 3 ഇഞ്ച് റെഡി വേണമെങ്കിൽ 3.25 ഇവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കറക്റ്റ് ഷോൾഡർ ആയിട്ടിരിക്കും. ഒരുപാട് ഷോൾഡർ എടുത്ത് എന്താ പറയുക, ഷോൾഡറിൻ്റെ ജോയിൻ്റ് ഉണ്ടല്ലോ അത് താഴെയാക്കി ഇട്ട് കഴിഞ്ഞാൽ ഡ്രസ്സ് ഇട്ടാൽ വൃത്തി ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കില്ല, അത് നീറ്റായിട്ട് കാണത്തില്ല. അപ്പോൾ എപ്പോഴും അതിന് ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമുക്ക് എത്ര ഇഞ്ചാണോ റെഡി കിട്ടേണ്ടത്, 3 ഇഞ്ച് നിന്നാൽ മതിയെങ്കിൽ 3/4 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് ചേർത്ത് ഒരു 3.25 ഇവിടെ മാർക്ക് ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് നമ്മൾ എടുക്കേണ്ടത് മെഷർമെൻറ്റ് ഷോൾഡർ എത്രയാണെന്ന് നോക്കുക. ഇവിടെ ഇപ്പോൾ 6.25 വന്നിരിക്കുന്നത് ടോട്ടൽ ഷോൾഡർ അല്ലേ. 6.25 വന്നിട്ടുണ്ട്. അപ്പോൾ ആ 6.25 ഈ കൈക്കുഴിക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ 6.25 എടുക്കരുത്. അത് അവരുടെ ചെസ്റ്റിൻ്റെ അളവ് കൂടെ ചെക്ക് ചെയ്തിട്ട് വേണം എടുക്കാൻ. ഇവരുടെ ചെസ്റ്റ് വന്നിരിക്കുന്നത് 36 ആണ്. അപ്പം ഇതൊരു മീഡിയത്തേക്കാളും കുറവുള്ള സൈസാണ് 36. അപ്പം ചെസ്റ്റ് 36 ആയതുകൊണ്ട് നമ്മളിവിടെ 6.5 എടുത്താൽ മതി. 6.5 കറക്റ്റായിട്ട് ഇവിടെ ഒരു മാർക്ക് കൊടുക്കുക. അപ്പോൾ ഈ 6.5 നമുക്ക് കൈക്കുഴി വെട്ടിയാൽ മതിയാവും. അതിനുശേഷം ഇവിടെ എല്ലാ ആകൃതിയിൽ ഒരു ലൈൻ കൊടുക്കുക. അതിന്
സ്ട്രെയിറ്റ് ആയിട്ട് എല്ലാ ആകൃതിയിൽ തന്നെ നമ്മൾ മാർക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ നമ്മൾക്ക് ബാക്ക് ആം ഹോളിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഡ്രസ്സിന് എപ്പോഴും 1.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ഡ്രസ്സ് തയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ചുരിദാർ സാരി ബ്ലൗസ് തയ്ക്കുമ്പോൾ നമ്മൾ 1 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത് ബാക്കിന്. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസമാണ്. ചിലർ എന്നെ എടുക്കും, സാരി ബ്ലൗസിനും 1.5 ഇഞ്ച് എടുക്കും. കട്ടിങ് അറിയത്തില്ലാത്തവരോ ചിലപ്പം തിരക്ക് കൊണ്ടോ ഒക്കെ നമ്മൾ ബാക്കും ഫ്രണ്ടും ഒരേപോലെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചുളിവ് വരും, ഇവിടെയെല്ലാം കംഫർട്ടബിളായിട്ട് ഇരിക്കത്തില്ല. അപ്പം അതിൻ്റെ പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് മാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളിവിടെ ഈ ബാക്ക് ഷേപ്പ് ഉണ്ടല്ലോ, ഇവിടെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് വേണം ഈ ആം ഹോളിൻ്റെ ഷേപ്പ് വരയ്ക്കാൻ ബാക്ക്. ഇനി ഫ്രണ്ട് നമ്മൾ സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്ത ശേഷം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇവിടെ അതനുസരിച്ച് 1/4 ഇഞ്ച് എടുത്താൽ മതിയാവും. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുകയാണ്. അപ്പം അതറിയാനായിട്ട് അങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഇനി നെക്സ്റ്റ് എടുക്കേണ്ടത് നമ്മുടെ ചെസ്റ്റിൻ്റെ അളവാണ്. അപ്പോൾ ചെസ്റ്റ് 36 ആണുള്ളത്. 36 ആകുമ്പം 9×4 36 അല്ലേ? അപ്പം 9×4 36 ആകുമ്പം അതിന് നമ്മൾ വേണമെങ്കിൽ ഒരു 1/4 ഇഞ്ചും കൂടെ ടൈറ്റ് വരാതിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ ലൂസ് ഇടാം. ഇനി കറക്റ്റ് ഫിറ്റാണ് വേണ്ടതെങ്കിൽ അത്രയും മാത്രം എടുത്താൽ മതിയാവും. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. കാരണം ലൂസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൂസ് ഇട്ട് തയ്ക്കണം. അപ്പോൾ ഒരു 1/4 ഇഞ്ചോ ഒരു പോയിൻ്റോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 4 പീസ് ആണ് ഇത് വരുന്നത് അല്ലേ? ബാക്കും ഫ്രണ്ടും 2 ഫോൾഡായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പം 4 പീസ് വരുമ്പോഴത്തേക്കും ഒരു പോയിൻ്റ് ഇട്ടാൽ തന്നെ 1/2 ഇഞ്ചിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം നമ്മളിവിടെ ലൂസ് കൊടുക്കാൻ. ഒരുപാട് ലൂസായാൽ ഇവിടെ ഇങ്ങനെ ഒരുപാട് ലൂസ് ഇങ്ങനെ കിടക്കും, പുഴക്കം അധികമാണെന്ന് കംപ്ലൈൻറ്റ് വരും. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് നമ്മൾ ഇവിടെ ഒരു കറക്റ്റ് എടുക്കണമെങ്കിൽ 9 എടുക്കുക. ഇപ്പം ഞാനിവിടെ ഒരു പോയിൻ്റ് കൂടെ അധികം ഇടുന്നുണ്ട്, കാരണം ചെസ്റ്റ് കൂടുതൽ ടൈറ്റ് ആകാതിരിക്കാൻ. അവിടെ ഒരു മാർക്ക് കൊടുത്തു. അതിനുശേഷം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 1.5 2 ഇഞ്ച് നമ്മുടെ ഇഷ്ടത്തിന് അത് മാർജിൻ വിടാം. ചിലർ 2 ഇടും, 2.5 ഇടുന്നവരുണ്ട്. പക്ഷേ നമുക്ക് അധികം ആവശ്യമില്ല. മാക്സിമം 2 ഇട്ടാൽ മതിയാവും. മാക്സിമം 2 ഇട്ടാൽ മതി. അതിനുശേഷം നമ്മൾ എടുക്കേണ്ട മാർക്ക് ഇവിടെ ഷേപ്പാണ്. ഷേപ്പിന് ഇവിടെ വന്നിട്ട് 13 അല്ലെങ്കിൽ 13.5 ഇവിടെ ഒരു മാർക്ക് കൊടുക്കണം. അപ്പം നേരെ ഷേപ്പിൻ്റെ വണ്ണത്തിന് വേണ്ടിയിട്ട് അവിടെ നമ്മൾക്ക് എത്രയാണെന്ന് നോക്കുക. ഷേപ്പ് വന്നിട്ട് ഇവിടെ 33 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 33 ആകുമ്പം 8.5 വരും. 8.5 പിന്നെ നമ്മൾ ബാക്കിൽ ടക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 1/4 ഇഞ്ച് കൂടെ അധികം കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ടക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ 8.5 പ്ലസ് അതിൻ്റെ കൂടെ ഒരു 2 പോയിൻ്റ് കൂടെ 1/4 ഇഞ്ചും കൂടെ കൂടുതലിടുകയാണ്. അപ്പം ഞാനിവിടെ ഒരു മാർക്ക് 1/4 ഇഞ്ച്, 8.5 പ്ലസ് 1/4 ഇഞ്ചും കൂടെ ചേർത്തിട്ട് 8.75 ഞാനിവിടെ മാർക്ക് ചെയ്തു. അതിനുശേഷം 2.5 ഇഞ്ച് സെയിം മേലെ കൊടുത്ത പോലെ തന്നെ 2 ഇഞ്ച് നമ്മളവിടെ മാർക്ക് ചെയ്യുക. ഇനി അടുത്ത് എടുക്കേണ്ട മെഷർമെൻ്റ് ആണ് സ്ലിറ്റ്. സ്ലിറ്റിന് എല്ലാവർക്കും പരാതിയും കംപ്ലൈൻറ്റും എപ്പോഴും വരാറുള്ളതാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ലിറ്റ് എടുക്കേണ്ടത് എപ്പോഴും നമ്മൾ ഇവിടെ നിന്ന് അല്ല എടുക്കേണ്ടത്. ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കൈക്കുഴി കട്ട് ചെയ്യുമ്പോൾ അത് മെഷർമെൻറ്റുകൾ വ്യത്യാസം വരാറുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും ഇവിടെ നിന്ന് എടുക്കുന്നതായിരിക്കും എളുപ്പം. അപ്പം ഞാൻ എടുത്തയക്കുന്ന എല്ലാ ചുരിദാറുകൾക്കും ഞാൻ ഇങ്ങനെയാണ് ഇടാറുള്ളത്. കൈക്കുഴിയിൽ നിന്നാണ് ഞാൻ മെഷർമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്കിവിടെ സാധാരണ അളവുകൾ 13.5 ഞാൻ എടുക്കാറുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഈ മീഡിയം സൈസ് ML XL ഈ XXL വരെയുള്ളതിന് 13.5 എടുക്കുന്നു. ഇനി അഥവാ സ്ലിറ്റ് കുറച്ചുകൂടെ മേലോട്ടോ താഴോട്ടോ വേണമെന്ന് പറഞ്ഞാൽ 1/2 ഇഞ്ചോ 1 ഇഞ്ചൊക്കെ നമുക്ക് കയറ്റുകയും താത്തുകയൊക്കെ ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. കസ്റ്റമർ പറഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് വേണ്ട മെഷർമെൻറ്റ് കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാം. ഇതിവിടെ ഞാൻ 13.5 എടുത്തിട്ടുള്ളൂ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങളുടെ ഡൗട്ടുകൾ ഞാൻ ക്ലിയർ ആക്കി തരുന്നതാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇവിടെ വേസ്റ്റാണ് വരുന്നത്. വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എത്രയാണെന്ന് നോക്കണം. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് 33.5 ആണ്. അപ്പം 33.5 വരുമ്പോൾ എത്ര വരുമെന്ന് നോക്കുക. എത്രയാണ് വരുന്നത്? ഇവിടെ മെഷർമെൻറ്റ് മെഷർമെൻറ്റ് 33 അല്ല, ഷേപ്പ് 33യും വേസ്റ്റ് 43.5 ആണ് വേസ്റ്റ് വരുന്നിരിക്കുന്നത്. അപ്പം നമ്മൾ വേസ്റ്റിന് വേണ്ടിയിട്ട് 40
3½ ആകുമ്പോൾ എത്ര ഇടണം? 10.25 ഇടണം. 10.25 പ്ലസ് 1 പോയിൻ്റ് കൂടെ അധികം ഇട്ടാലും കുഴപ്പമില്ല. കാരണം കോട്ടൺ ആണ് ഡ്രസ്സ്, 1 പോയിൻ്റ് നമ്മൾ എപ്പോഴും അധികം ഇടണം. വാഷബിളാണ്. വാഷ് ചെയ്യുമ്പോൾ നമ്മളുടെ കോട്ടൺ ഡ്രസ്സുകൾ പ്രത്യേകിച്ചും ടൈറ്റായി പോകാറുണ്ട്. അപ്പം നമ്മൾ 1/2 ഇഞ്ച് ലൂസ് ഇട്ടാലും പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല. വേണമെങ്കിൽ നമുക്ക് ടൈറ്റ് ആക്കാവുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് വേണം കോട്ടൺ ഡ്രസ്സ്. സിന്തറ്റിക് ഡ്രസ്സിനേക്കാളും മെഷർമെൻറ്റ് എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് മെഷർമെൻറ്റ് എടുക്കുക. അപ്പോൾ 43½ ആകുമ്പോൾ 10.25 1 പോയിൻറ്റും കൂടെ, അതായത് 44-ന് 11-ൻ്റെ അടുത്ത് തന്നെ ഞാനിവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ ഇവിടുന്ന് 1/2 ഇഞ്ച് വിട്ട് സ്ലിറ്റിന് വേണ്ടിയിട്ട് നമ്മളവിടെ മാർക്ക് ചെയ്തു. ഇനി അടുത്ത മെഷർമെൻറ്റ് എടുക്കേണ്ടത് ഇവിടെ ടോപ്പിൻ്റെ ബോട്ടമാണ്. ടോപ്പിൻ്റെ ബോട്ടം വരുന്നത് ഈ 43½ ആയതുകൊണ്ട് തന്നെ അതിനും കുറച്ചും കൂടെ നമുക്ക് ഇവിടെ വിടുത്ത് വരത്തക്ക രീതിയിൽ വേണം ഇവിടെ വിടുത്ത് വരണം. അല്ലെങ്കിൽ നമുക്ക് എന്താവും, ഈ സ്ട്രെയിറ്റ് കട്ടിങ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ വിടുത്തില്ലെങ്കിൽ കാല് ഫുള്ള് കാണും. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി കുറച്ച് വിടുത്തിടണം. അപ്പം നമ്മളിവിടെ ഒരു 13.5 ഇടുന്നു. 13.5 ഇടുമ്പോൾ നമുക്കിവിടെ ഒരു ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു 25 കിട്ടും. 13.5 ഇട്ട് കഴിഞ്ഞാൽ അതിനെ വിടർത്തി കഴിയുമ്പോഴത്തേക്കും ഒരു 25 വിടുത്ത് കിട്ടത്തക്ക രീതിയിലാണ് ഡബിൾ ഫോൾഡ്. ഇതിൽ 13.5 നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. എങ്ങനെയാണ് ഇവിടെ വരുമ്പോൾ 25 നമുക്ക് റെഡി കിട്ടണമെങ്കിൽ ഇവിടെ ഒരു 13.5 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മളിപ്പോൾ വിടർത്തുമല്ലോ. ഇങ്ങനെ വിടർത്തി കഴിയുമ്പോഴാണ് ഞാൻ പറഞ്ഞത് 25 നമുക്ക് റെഡി കിട്ടണം. ഉണ്ടോ? ഇവിടെ 13.5 ഇട്ട് കഴിഞ്ഞാൽ 25 റെഡി കിട്ടാൻ നമ്മളിവിടെ 1 ഇഞ്ച് അധികം ഇടുക. 1-1.25 ഇഞ്ച് അധികം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ഫോൾഡ് ചെയ്യാനായിട്ടാണ്, എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇടണം. അല്ലെങ്കിൽ നമുക്ക് സ്ലിറ്റിൻ്റെ ടോപ്പിൻ്റെ വിഡ്ത്ത് നമുക്ക് വളരെ കുറഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ മാർക്കിംഗ് എല്ലാം അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ആദ്യം തന്നെ നമ്മൾ ലൈനിങ്ങിലാണ് മാർക്ക് ചെയ്യേണ്ടത്, ബോഡി പീസിലല്ല. അപ്പോൾ ബോഡി പീസിൻ്റെ ഇത് മാറ്റി വെച്ച ശേഷം ലൈനിങ് എടുത്ത് നമ്മൾ നെക്കിൻ്റെയാണ് ആദ്യം മാർക്ക് ചെയ്യുക. അതിനുശേഷം ഷോൾഡർ എത്ര റെഡി വേണം അതിൻ്റെ 3/4 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് ഇവിടെ ഒരു മാർക്ക് കൊടുത്ത് ഫുൾ ഷോൾഡർ എത്രയാണെന്ന് ചെക്ക് ചെയ്യണം. അതിനുശേഷം നമ്മളിവിടെ ഷോൾഡറിൻ്റെ ഇതിന് ഒരു മാർക്ക് കൊടുക്കുക. അപ്പോൾ ഷോൾഡർ എത്രയാണോ അല്ലെങ്കിൽ ചെസ്റ്റ് എത്രയാണോ വേണ്ടതെന്ന് ചെക്ക് ചെയ്ത ശേഷം വേണം ഷോൾഡർ ഇവിടെ മാർക്ക് കൊടുക്കാൻ. ചെസ്റ്റിൻ്റെ 4-1 കണ്ട ശേഷം 2 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് ഇവിടെ ഒരു മാർക്ക് കൊടുക്കുക. അപ്പം ചെസ്റ്റ് പ്ലസ് 2 ഇഞ്ച്, കാൽ ചെസ്റ്റ് പ്ലസ് 2 ഇഞ്ചാണ് ഇവിടെ മാർക്കിങ്. നെക്സ്റ്റ് വരുന്നത് ഷേപ്പാണ്. ഷേപ്പിൻ്റെ ഇവിടുന്ന് 13-13.5 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തു. കാൽ ചെസ്റ്റ് പ്ലസ് 2 ഇഞ്ചാണ് ഇവിടെ കാൽ ഷേപ്പ് പ്ലസ് 2 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഷേപ്പ് ഇവിടെ മാർക്ക് ചെയ്ത ശേഷം പ്ലസ് 2 ഇഞ്ച് മാർജിൻ എപ്പോഴും ഇടണം. അതിനുശേഷം നമ്മൾ സ്ലിറ്റ് മെഷർമെൻറ്റ് കാണണം. സ്ലിറ്റിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കൈക്കുഴിയിൽ നിന്നെടുത്ത് താഴേക്ക് നമുക്ക് എത്ര ഇഞ്ചാണോ സ്ലിറ്റിന് ആവശ്യമായ മെഷർമെൻറ്റ് ചെക്ക് ചെയ്ത ശേഷം വേണം ഇവിടെ നമ്മൾ ആദ്യം മാർക്ക് കൊടുക്കാനായിട്ട്. അതിന് വേസ്റ്റ് ഇവിടെ ഒരു മാർക്ക് കൊടുക്കുക സ്ലിറ്റിന് ആദ്യം. അതിനുശേഷം കാണേണ്ടത് വേസ്റ്റാണ്. വേസ്റ്റിൻ്റെ 4-1 കണ്ട ശേഷം ഇവിടെ 1 ഇഞ്ച് അധികം നമ്മൾ മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ അവിടെയുള്ള മാർക്കിങ് കഴിഞ്ഞ് ഇനി ടോപ്പ് ബോട്ടം അതുപോലെ തന്നെ മാർക്ക് ചെയ്തു. എത്രയാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് വിഡ്ത്ത് അനുസരിച്ച് ചിലർക്ക് കുറച്ചും കൂടെ കുറവ് മതിയെങ്കിൽ അതനുസരിച്ച് മാർക്ക് ചെയ്യാം. പക്ഷേ കാലൊക്കെ കാണും. അപ്പോൾ വണ്ണം കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കട്ടിങ് തുടങ്ങുകയാണ്. ഇവിടെ മെഷർമെൻറ്റ് എടുത്ത് കഴിഞ്ഞു. അപ്പോൾ കട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ സ്റ്റിച്ചിൻ്റെ മാർക്കെല്ലാം നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ജോയിൻറ്റ് കൊടുക്കുകയാണ്. ഇവിടെ എങ്ങനെയാണോ മാർക്ക് ചെയ്തേക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്തുകൊണ്ട് പോകണം. ഇപ്പം നമ്മുടെ പാറ്റേൺ ഉണ്ടെങ്കിൽ പാറ്റേൺ എടുക്കുക, അല്ലെങ്കിൽ കയ്യിൽ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ടൈറ്റായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു പാറ്റേൺ നിങ്ങൾ എപ്പോഴും റെഡിയാക്കി വെക്കുന്നത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും, ടെൻഷനും ഇല്ല. കാരണം നമുക്ക് വേണമെങ്കിൽ കുറച്ച് അങ്ങോട്ട് ഇട്ട് തള്ളിയിട്ട് ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ ഷേപ്പിൽ ഇങ്ങനെ മാർക്ക് കൊടുക്കുക. ഇവിടെ വരുമ്പോൾ ഒരുപാട് ഇങ്ങനെ ലൂസ് വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഒതുക്കിയിട്ട് വയറുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല, വയറില്ലാത്തവരോ വേസ്റ്റ് അധികം വേണ്ടാത്തവരൊക്കെ ആണെങ്കിൽ ഒതുക്കി വേണം ഇത് ചെയ്യാൻ. അപ്പം നമ്മളിവിടെ കുറച്ച് ഇവിടെ ഇങ്ങനെ ആ സ്റ്റിച്ച് ഇവിടെ മാർക്കുണ്ടല്ലോ അതിലോട്ട് തന്നെ കൊണ്ടുവന്ന് ജോയിൻറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ ഷേപ്പിൻ്റെ മാർക്കിങ്ങും കഴിഞ്ഞ് ബാക്ക്
ഇതിൽ കൂടെ കട്ട് ചെയ്ത് നമ്മൾ എടുക്കണം ഇനി. അപ്പോൾ നമ്മുടെ കട്ടിങ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ കട്ടിങ് ചെയ്യുന്നതിന് ഇവിടെ എക്സ്ട്രാ പീസ് ഉണ്ടെങ്കിൽ ഇവിടെ ഇതുപോലെ തന്നെ അതിൽ ലെവൽ ചെയ്തെടുക്കണം. ഇതിൽ തന്നെ നമ്മൾ മാർക്ക് ഒരേ ലെവലിൽ വേണം, ബെൻഡാകാതെ കറക്റ്റായിട്ട് കട്ട് ചെയ്യാതെ എടുക്കാൻ ശ്രമിക്കണം. നമ്മുടെ കട്ടിങ് എങ്ങനെയാണോ അതുപോലെയാണ് സ്റ്റിച്ചിങ് വരിക. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് വേണം കട്ടിങ് ചെയ്യാനായിട്ട്. സ്പീഡ് കുറച്ച് പതുക്കെ കട്ട് ചെയ്ത് എടുക്കണം. അതിനുശേഷം സ്ലിറ്റിൻ്റെ ഇവിടെ ഒരു മാർക്ക് നമ്മൾ കൊടുക്കണം. പിന്നെ നെക്ക് വരുന്നുണ്ടല്ലോ, നെക്ക് ഇവിടെ വരുന്ന ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ 1.5 ഇഞ്ച് കൊടുത്തിട്ടുള്ള അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഷോൾഡർ നമ്മൾ ജോയിൻ്റ് കട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇവിടെ ഒരു നാച്ച് കൊടുക്കുക. സെൻറ്ററിലും ഇതുപോലെ തന്നെ ഒരു നാച്ച്. അപ്പോൾ നമ്മുടെ ലൈനിങ്ങിൻ്റെ കട്ടിങ് കഴിഞ്ഞ് ഇനി നമ്മൾക്ക് ഇതിൻ്റെ ബോഡി കട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ബോഡി പീസ് എടുത്തിട്ട് അതിൻ്റെ കറക്റ്റ് ലെന്ത് നമ്മൾ ബാക്ക് ഫ്രണ്ട് ഒരേപോലെ ലെന്ത് നോക്കണം. കയറി ഇറങ്ങി ഒന്നും വരാൻ പാടില്ല. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കറക്റ്റ് ലെന്തിൽ വിരിച്ചിടുക. കറക്റ്റ് ലെന്തിൽ നമ്മൾ വിരിച്ചിട്ട ശേഷം ഇവിടെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്റർ ഉണ്ടല്ലോ, ഈ സെൻറ്ററിൽ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്തെടുത്തു. ആദ്യം നമ്മൾ ഫ്രണ്ടാണ് കട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഡിസൈൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഫ്രണ്ടിലൊരു ഡിസൈൻ ഉണ്ട്, കാണാമല്ലോ. ഈ ഡിസൈനിൻ്റെ സെൻറ്റർ കറക്റ്റായിട്ട് പിടിച്ചിട്ട് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കണം. ചീത്തവശത്തു നിന്നാണ് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് മടക്കി ഇടുന്നത്. അപ്പം ചീത്തവശത്തേക്ക് മടക്കി എടുക്കുക. സെൻറ്ററിൽ ഇങ്ങനെ ഡിസൈൻ ഉണ്ടെങ്കിൽ നമ്മൾ സെൻറ്ററിൽ നിന്ന് തന്നെ കട്ട് ചെയ്യണം. കാരണം എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് സെൻറ്ററിൽ ഈ ഡിസൈൻ ഉള്ളത് കൊണ്ട് നമുക്ക് വേറെ ഒന്നും ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കില്ല. ഫ്രണ്ട് പ്രത്യേകിച്ച്, ബാക്ക് പിന്നെയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തള്ളിയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഇവിടെയൊക്കെ ലെവലായിട്ട് ഒരേ ലെവലിൽ വെക്കുക. ഇവിടെ സെൻറ്റർ വരണം കേട്ടോ. മേലെ മുതൽ താഴെ വരെ ഒരേപോലെ പീസ് ഇടണം. ഓക്കെ, നമ്മളിവിടെ പീസ് ഫ്ലാറ്റായിട്ട് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ലൈനിങ് പീസ് ഉണ്ടല്ലോ, അതിനെ ഇവിടെ മേലെ കയറ്റി വെക്കുക. അതിൻ്റെ മേലെ കയറ്റി കറക്റ്റ് ഫോൾഡിനെ ചേർത്ത് തന്നെ വെക്കണം. ഇതിൻ്റെ എല്ലാ ഭാഗവും ഒരേപോലെ നമ്മൾ ടൈറ്റായിട്ട് ഇതിൻ്റെ ചുളിവൊക്കെ നല്ലപോലെ നിവർത്തി കൊടുക്കണം. ഇല്ലെങ്കിൽ ചുളിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കട്ടിങ്ങിൽ ലൂസ് വരും. അപ്പോൾ അത് കട്ടിങ്ങിൽ പ്രോബ്ലം ആകും. അത് വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഇട്ട ശേഷം നമ്മൾ അതിൻ്റെ ലെങ്ത് എത്ര പറഞ്ഞാലും ചെക്ക് ചെയ്യണം. ടോപ്പിൻ്റെ ലെന്ത് പറഞ്ഞിരിക്കുന്നത് 44 ഇഞ്ചാണ്. അപ്പോൾ 44 ഇഞ്ച് ഇവിടെ മുതൽ നെക്കിൻ്റെ ഇവിടെ മുതൽ നമ്മൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യണം. ഇവിടെ 45 കൊടുത്തിട്ടുണ്ട്, 45 ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് 44 മതി. അപ്പോൾ കറക്റ്റാണ് ഇതിൻ്റെ ലെന്ത് ഉള്ളത്. ഉണ്ടോ? 45 റെഡിയുണ്ട്. ഇവിടെ 1 ഇഞ്ച് നമുക്കിവിടെ മടക്കി അടിക്കാനായിട്ടുള്ള കറക്റ്റ് സ്പേസാണുള്ളത്. അപ്പോൾ അതിന് നമ്മൾ കറക്റ്റായി ഇട്ട ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇവിടെ കട്ട് ചെയ്യുക ഒരേ ലെവലിൽ.
ഷേപ്പ് എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. ഷേപ്പിലൊന്നും മാറ്റം വരുത്താൻ പാടില്ല. കറക്റ്റ് ഷേപ്പ് കിട്ടണം. അപ്പം നമ്മൾ കൈക്കുഴി കട്ട് ചെയ്യണം. അടുത്തത് കൈക്കുഴി എങ്ങനെയാണോ ഉള്ളത് വരച്ചിരിക്കുന്ന ലൈനിങ്ങിൻ്റെ അതേപോലെ തന്നെ കുറച്ച് വിട്ട് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് പിന്നെ അത് ലൈനിങ് അറ്റാച്ച് ചെയ്ത ശേഷം എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് മാറ്റാം, കുഴപ്പമില്ല. പക്ഷേ കൃത്യമായിട്ട് കട്ട് ചെയ്യണമെന്ന് അത്ര റിസ്ക് ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ലൈനിങ് നമ്മൾ പക്കായിട്ട് കട്ട് ചെയ്യണം. പക്ക കട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് അവിടെ പ്രോബ്ലം വരും. കാരണം ചുളിവോ ഫോൾഡ് എല്ലാം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് എപ്പോഴും കംപ്ലൈൻറ്റ് വരുന്ന ഭാഗങ്ങളാണ് ഏത് കൈക്കുഴി, അതുപോലെ തന്നെ ഇവിടെ ചെസ്റ്റിൻ്റെ ബ്രസ്റ്റിൻ്റെ ഭാഗം, ഈ സ്ലിറ്റ്, ഇത്രയും ഭാഗങ്ങളാണ് ചുരിദാറിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ നെക്ക് സെൻറ്റർ ഔട്ടാകാതെയും ശ്രദ്ധിക്കണം. ഓക്കെ. അതിന് ശേഷം നമ്മൾ ഈ ഫ്രണ്ട് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഈ ഫ്രണ്ട് ബോഡി പീസിനെ എടുത്തിട്ട് ഫ്രണ്ടിലെ ബോഡി പീസിനെ എടുത്തിട്ട് ഇതിൻ്റെ ബാക്കിൻ്റെ പീസ് വിരിച്ചിട്ട ശേഷം അതിൻ്റെ മേലെയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ബാക്ക് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ സ്ലീവ് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കുറച്ചിങ്ങോട്ട് തള്ളി ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് സ്ലീവിന് പിന്നെ പീസ് കിട്ടത്തില്ല. അതുകൊണ്ട് വണ്ണം അനുസരിച്ച് എത്ര വണ്ണമാണോ ഉള്ളത് അതനുസരിച്ച് ഏകദേശം നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് ബോഡി പീസിനെ ഇടുക. ചീത്തവശം മേലെ ആക്കിയിട്ട് വേണം ഫോൾഡ് ചെയ്യാനായിട്ട്. അപ്പം എങ്ങനെയാണോ ഫ്രണ്ട് ഫോൾഡ് ചെയ്ത് അതേപോലെ തന്നെ അതേ മെത്തേഡിൽ തന്നെ നമ്മൾ ബാക്ക് പീസും ഫോൾഡ് ചെയ്തിടണം. അതിനുശേഷം ഫ്രണ്ട് കട്ട് ചെയ്ത് ആ ഫ്രണ്ടിൻ്റെ പീസ് ഉണ്ടല്ലോ, ഈ പീസിനെ നമ്മൾ എടുത്തിട്ട് ഇവിടെ ഈ ഫോൾഡ് കറക്റ്റായിട്ട് ഷോൾഡർ കറക്റ്റായിട്ട് ഇവിടെ ഇടണം. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ചോദിക്കുക, മടി കാണിക്കേണ്ട. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ കറക്റ്റായിട്ട് കുറച്ചും കൂടെ കയറ്റി വെച്ച് താഴെ ഒരേപോലെ വരത്തക്ക രീതിയിൽ പീസിനെ ലെവൽ ചെയ്യണം. എല്ലാം ലെവൽ ചെയ്ത ശേഷം വേണം നമ്മൾ കട്ടിങ് എപ്പോഴും തുടങ്ങാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ വരും. കുറവുണ്ടെങ്കിൽ നമ്മൾ എന്നാ ചെയ്യണം, ഈ പീസ് കുറച്ചും കൂടെ നമുക്ക് അങ്ങോട്ടേക്ക് തള്ളിയിടാം. ഉണ്ടോ? ഇങ്ങനെ കുറച്ച് തള്ളിയിട്ട ശേഷം ആ ഡിസൈനുകൾ അതിൻ്റെ ലൈനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലെവൽ ചെയ്യണം. ഏത് ലൈനിൽ കൂടിയാണ് മേലേന്ന് തുടങ്ങിയത് അതേ ലൈനിൽ തന്നെ വേണം താഴെ വരെ ഫോൾഡ് ചെയ്ത് കറക്റ്റായിട്ട് വെക്കണം. അതിന് ശേഷം ചുളിവെല്ലാം നിവർത്തി കൊടുത്ത ശേഷം വേണം നമ്മൾ പീസിനെ നേരെ ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കാനായി. പെട്ടെന്ന് അങ്ങോട്ട് ഇട്ട് പെട്ടെന്ന് കട്ട് ചെയ്ത് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് കട്ടിങ് കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് സ്റ്റിച്ചിങ് കിട്ടത്തില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കട്ടിങ്ങിൽ വളരെയധികം ശ്രദ്ധിച്ച് വേണം കട്ടിങ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വിരിച്ചിട്ടു, രണ്ട് പീസും ഒരുപോലെയുണ്ട്. അപ്പം നമ്മൾ കട്ടിങ് ചെയ്യാനായിട്ട് പോകാം. ഇവിടെ വെച്ച് നമ്മൾ 4 പീസ് ഒന്നിച്ച് വെച്ച് ഒരേ ലെവലിൽ കട്ട് ചെയ്ത് കൊണ്ടുവരിക. ഷേപ്പ് എങ്ങനെയുള്ള അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇവിടെ ഈ പീസ് മാറ്റിയിട്ട് ഷോൾഡർ കൈക്കുഴിയുടെ ഭാഗം കട്ട് ചെയ്ത് മാറ്റുക. ഓക്കെ. അതിനുശേഷം ഇതിൻ്റെ ഈ ലൈനിങ്ങിൽ നാച്ച് അടിച്ചിട്ടുണ്ടല്ലോ, ഈ ലൈനിങ്ങിൽ എവിടെയൊക്കെ നാച്ച് അടിച്ചിരിക്കുന്നോ അതുകൂടെ ബോഡിയിലൊന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് എളുപ്പമുണ്ടായിരിക്കും. അപ്പം തയ്ച്ച് വരുമ്പോൾ നമുക്ക് ഈ നാച്ചുകളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എപ്പോഴും. സ്ലിറ്റിൻ്റെ അവിടെയും ഈ നാച്ചും ചേർന്ന് വരണം. ഇവിടെ അതേപോലെ തന്നെ നാച്ചും ചേർത്ത് ഒരു ഷേപ്പ് മാത്രം ലൈനിങ് അറ്റാച്ച് ചെയ്ത ശേഷം ഫ്രണ്ടിൽ മാത്രം എടുത്ത് ഷേപ്പ് ഒന്ന് ചെയ്ത് കൊടുത്താൽ നമുക്ക് മാറി പോകാതിരിക്കും. കാരണം രണ്ടും നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അഥവാ ലൈനിങ് അറ്റാച്ചിങ്ങിൽ ഒരു പീസ് തിരിഞ്ഞു പോയാൽ പിന്നെ നമ്മൾ അഴിക്കേണ്ടി വരും. അപ്പോൾ അഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലൈനിങ് അറ്റാച്ച് ചെയ്ത ശേഷം ഫ്രണ്ടിൻ്റെ ഷേപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. നിങ്ങൾക്ക് ഏതാ എളുപ്പം അത് ചെയ്യാം, കുഴപ്പമില്ല കേട്ടോ.
ഇനി അടുത്തത് നമ്മൾ സ്ലീവാണ്. സ്ലീവിന് വേണ്ടിയിട്ട് ഈ പീസ് ഉണ്ടല്ലോ, എക്സ്ട്രാ വന്നിരിക്കുന്ന ഈ പീസ് മതിയാവും. അപ്പോൾ ഈ പീസിനെ നമ്മൾ എടുത്തിട്ട് ഇതിനെ ഫോൾഡ് ചെയ്തിട്ട് ചീത്തവശം ഫോൾഡ് ചെയ്ത് ഇങ്ങനെ മടക്കുക. അപ്പോൾ ഇതിൽ എന്ത് ബേസിൽ വേണം സ്ലീവ് എടുക്കാനായിട്ട്, തിരിഞ്ഞു പോകരുത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ സ്ലീവിൻ്റെ ലെന്ത് എത്രയാണെന്ന് നോക്കണം. സ്ലീവിൻ്റെ ലെന്ത് പറഞ്ഞിരിക്കുന്നത് 14 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ 14 ഇഞ്ചിൽ നമ്മളിവിടെ ഒരു മാർക്ക് കൊടുക്കുക. 14 ഇഞ്ചിൽ മാർക്ക് കൊടുക്കാം. $14 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച് മടക്കി അടിക്കാനായിട്ട് നമ്മളിവിടെ മാർക്ക് കൊടുക്കും. കുറച്ച് വീതിയിൽ മടക്കി അടിക്കണമെങ്കിൽ 1 ഇഞ്ചും കൂടെ ചേർത്ത് 16 രൂപ കൊടുക്കാം, കുഴപ്പമില്ല. വീതിയിലാണ് മടക്കി അടിക്കുന്നത്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് 1 ഇഞ്ചോ 1-2 ഇഞ്ച് കൂടുതലിടാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ ഒരു 16 ഇഞ്ച് ഇടുന്നുണ്ട്. ഞാനിവിടെ വീതിയിലാണ് മടക്കി അടിക്കുന്നത്, അതുകൊണ്ട്. ഓക്കെ, അതിനുശേഷം ഇവിടെ ഒരു മാർക്ക് കൊടുത്ത ശേഷം ഇവിടുന്ന് നമ്മൾ കൈക്കുഴിക്കുള്ള ഷേപ്പ് വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു 4 ഇഞ്ച് നമ്മളിവിടെ ഒന്ന് മാർക്ക് കൊടുക്കുക. 4-4.5 കൊടുക്കുക. അപ്പോൾ ഇവിടെ നല്ല ഷേപ്പ് കിട്ടും 4.5 കൊടുത്താൽ. നമ്മളിവിടെ 4-4.5 ഇഞ്ചിൽ ഒരു മാർക്ക് കൊടുത്തു. അതിനുശേഷം ഇവിടുന്ന് ആദ്യം പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഒരു 2.5 ഇഞ്ച് 2-2.5 ഇഞ്ചിൽ ഷേപ്പിൽ ഇവിടുന്ന് ഇങ്ങനെ വരച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ വരച്ച ശേഷം ബാക്ക് ഷേപ്പ് ആദ്യം കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം ഫ്രണ്ട് ഷേപ്പ് വരച്ച് വേണേ ഇടാവുന്നതാണ്. അതിനുശേഷം ഫ്രണ്ട് ഷേപ്പും കട്ട് ചെയ്യുക. ബോഡി എങ്ങനെയാണോ കട്ട് ചെയ്തിരിക്കുന്നത് അതേപോലെ. പിന്നെ സ്ലീവ് ലൂസാണ് അടുത്തത്. സ്ലീവ് ലൂസ് വന്നിട്ട് 10.5 കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മളൊരു 5.25 ഇവിടെ മാർക്ക് ചെയ്യുന്നു. ബാക്കിയുള്ളത് 1 ഇഞ്ച് 1.5 ഇഞ്ച് തയ്യൽ തുമ്പോൾ മാർക്ക് ചെയ്യുക. അതിനുശേഷം അതിന് സ്കെയിൽ കൊണ്ട് നമ്മൾ ഇതിനെ ജോയിൻറ്റ് ചെയ്യണം. ജോയിൻറ്റ് ചെയ്തിട്ട് നമുക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇവിടെ മാർക്ക് ചെയ്യാം. നമ്മുടെ സ്ലീവിൻ്റെ മാർക്കിങ് കഴിഞ്ഞു. ഇനി അടുത്ത കട്ടിങ്ങാണ്. കട്ട് ചെയ്യുക, ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക കേട്ടോ. അതിൻ്റെ ഷേപ്പിൽ കൂടെ തന്നെ ബാക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത് മാറ്റുക. ബാക്ക് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മാർജിനിൽ കൂടെ സ്ലീവ് കട്ട് ചെയ്ത് എടുക്കാവുന്നു. അപ്പോൾ ഇത്രയാണ് സ്ലീവിൻ്റെ കട്ടിങ് ഇവിടെ ഉള്ളത്. ഷേപ്പ് എത്ര ഷേപ്പ് വേണം അത്ര ഷേപ്പ് എടുക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിന് ഷേപ്പ് എടുക്കാവുന്നതാണ്. ഇവിടെ കുഴിച്ച് വെട്ടുന്നത് മാത്രം പിന്നെയാണ് ഞാൻ കട്ട് ചെയ്യാറുള്ളത്. അത് നിങ്ങൾക്ക് ഇപ്പോൾ കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം, കുഴപ്പമില്ല. ഇവിടെ വണ്ണം തികഞ്ഞില്ലെങ്കിൽ ഇവിടെ ഒരു പീസ് കൊടുക്കാം. അഥവാ ചിലപ്പോൾ സ്ലീവ് ചെറുതാണെങ്കിൽ വണ്ണം തികയാതെ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇതിൻ്റെ ഇപ്പോൾ തന്നെ കട്ടിങ് പീസ് ഉണ്ടല്ലോ, അതിവിടെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. തയ്ക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ പീസിന് ഇവിടെ വെച്ച് ജോയിൻറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടോ ഇത്രയും നമുക്ക് പിന്നെ ഇവിടെ അഥവാ വണ്ണം കിട്ടിയില്ലെങ്കിൽ അത് ജോയിൻറ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങണം. അപ്പോൾ അങ്ങനെ നമ്മുടെ ആദ്യത്തെ പീസിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത പീസ് സെയിം അങ്ങനെ തന്നെ ഫോൾഡ് ചെയ്തിട്ട്, അപ്പോൾ നമുക്ക് സ്പീഡിൽ ഒരു പീസ് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല മെഷർമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത പീസിന് നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. വീണ്ടും നമ്മൾ മെഷർമെൻറ്റ് എടുക്കേണ്ട ആവശ്യവുമില്ല. അപ്പോൾ ഒന്നിച്ച് കട്ട് ചെയ്യുമ്പോൾ ഒരേ അളവിലുള്ള 2, 3, 4 ഡ്രസ്സൊക്കെ വരുവാണെങ്കിൽ നമുക്കിങ്ങനെ കട്ട് ചെയ്തിട്ട് അതേ ലൈനിങ് ഇതിൻ്റെ മേലെ പിരിച്ചിട്ട ശേഷം അതിനെ കട്ട് ചെയ്ത് എളുപ്പത്തിൽ എടുക്കാൻ സാധിക്കും. അത് കാണിക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാനും അറിയാത്തവർക്ക് പഠിക്കാനുമായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടി. അപ്പം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് പെട്ടെന്ന് ഒരേ സമയം തന്നെ 2, 3, 4 ചുരിദാറുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. എല്ലാവരും അങ്ങനെ തന്നെയാണ് കട്ട് ചെയ്തെടുക്കാറ്. ഒന്നിച്ച് മേലെ വിരിച്ചിടുന്നതിനേക്കാളും എളുപ്പം ഒരു പീസ് കട്ട് ചെയ്ത ശേഷം അതിനെ ഇട്ട് കട്ട് ചെയ്തെടുക്കുക. ലൈനിങ് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ചുളിവും പ്രശ്നങ്ങളൊക്കെ ആവും. ഇത് നെക്ക് റെഡിയാക്കാനുള്ള പീസാണ്. പീസ് എടുത്ത് നമ്മൾ മാറ്റി വെക്കണം. അപ്പം നമ്മുടെ ഓഫ് വൈറ്റ് പീസിൻ്റെ ബോഡി കട്ടിങ് കഴിഞ്ഞു, ലൈനിങ് കട്ടിങ് കഴിഞ്ഞു. ഇനി അതിൻ്റെ ബോഡി കട്ടിങ്ങാണ് ചെയ്യേണ്ടത്.
അതിന് വേണ്ടിയിട്ട് സെയിം പീസ്, ഈ പീസ് ഉണ്ടല്ലോ, നമ്മളെങ്ങനെയാണോ ആ ഫസ്റ്റ് പീസ് ചെയ്ത് അതേപോലെ അതിൻ്റെ ലെന്ത് നോക്കിയ ശേഷം ഇതിനെ വിരിച്ചിടുക. ഒരേ ലെവലിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഫ്ലവർ വന്നിരിക്കുന്നത് സ്ട്രെയിറ്റ് ആയിട്ടാണ്, ഒറ്റ ലൈനിലാണ്. അപ്പം നമുക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കട്ട് ചെയ്ത് തന്നെ മാറ്റണം. അല്ലെങ്കിൽ ഇത് ഫ്ലവർ കണ്ടോ, ഇത് കണ്ടോ, ഫ്ലവർ വന്നിരിക്കുന്നത് ഒരേ വശത്തേക്കാണ്. അപ്പം നമുക്ക് ഇതിനെ കട്ട് ചെയ്യാതെ നിവൃത്തിയില്ല. അപ്പം നമ്മളതിനെ കട്ട് ചെയ്ത് മാറ്റി അതിൻ്റെ സെൻറ്റർ കാണണം. കഴുത്തിനും അതുപോലെ തന്നെ ഇവിടെ പടി കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ നെക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നെക്ക് സെൻറ്റർ വന്നേ പറ്റൂ. അപ്പം അത് നമ്മൾ കറക്റ്റ് സെൻറ്ററിൽ ഫോൾഡ് ചെയ്ത് വെക്കുക. ഫോൾഡ് ചെയ്ത് വെച്ച ശേഷം അതിനെ നമ്മൾ ഫ്ലാറ്റായിട്ടിടുക. കറക്റ്റ് സെൻറ്റർ ആയിരിക്കണം, അല്ലെങ്കിൽ പിന്നെ സെൻറ്റർ ഔട്ട് ഇത് വരും. കറക്റ്റായിട്ട് സെൻറ്ററിൽ വെച്ച് നമ്മൾ മാർക്ക് ചെയ്യണം. ലൈനിങ് കട്ട് ചെയ്യാനുള്ളതായതുകൊണ്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ലെന്ത് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യുക, വെറുതെ എത്ര വരുന്നുണ്ടെന്ന് അറിയാനായിട്ട്. ആദ്യം തന്നെ ലെന്ത് വരുന്നത് ഇതിന് 44 ആണ് കിട്ടുന്നത്. നമുക്ക് 1 ഇഞ്ച് കുറവായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്പോൾ ഇവിടെ ഒരു ലേസ് വരുന്നുണ്ട്, അപ്പോൾ കുഴപ്പമില്ല, 44 റെഡി തന്നെ കിട്ടുന്നുണ്ട്. അപ്പം ബാക്കാണ് കുറച്ച് ഇറക്കിയിടണം, അല്ലെങ്കിൽ ഫ്രണ്ടിൻ്റെ ഷോൾഡർ കുറച്ച് ഇവിടുന്ന് ഇറക്കി ഇട്ട ശേഷം വേണം നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പം 2 പീസും ഒരേപോലെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ പീസിനെ നമ്മൾ ഇട്ട് കുറച്ച് ഇറക്കി വെച്ചിട്ട് ഒരു ഏകദേശം 1 ഇഞ്ച് ഇവിടെ ഇറക്കി വെക്കുക. ഏകദേശം 1 ഇഞ്ച് നമ്മളിവിടെ ഇറക്കി വെച്ച ശേഷം കട്ട് ചെയ്യുക, ബാക്ക് ഒപ്പം വരാൻ വേണ്ടിയിട്ട്. അപ്പോഴേ ബാക്ക് നമുക്ക് കൂടുതൽ കിട്ടത്തുള്ളൂ. ഫോൾഡ് ചെയ്യണം, ഫ്രണ്ട് ഫോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ലേസ് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. അതിനുശേഷം എങ്ങനെയാണോ നമ്മൾ ആദ്യം കട്ട് ചെയ്ത പീസ് അതേപോലെ തന്നെ ഫ്രണ്ടിൻ്റെ പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ചേർത്ത് വെച്ച ശേഷം ഷേപ്പ് എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെ കട്ട് ചെയ്യുക. നമ്മൾ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ടുണ്ടല്ലോ, അതും കൂടെ കട്ട് ചെയ്യണേ, അല്ലെങ്കിൽ പിന്നെ ലെന്ത് പ്രോബ്ലം ആകും. അപ്പം അതേപോലെ ലൈനിങ് എങ്ങനെയാണോ ഉള്ളത് അതേപോലെ കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇതിൽ മാർക്കിംഗ് ഒന്നും കാണത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ മാർക്കിങ് വെച്ച് ആദ്യം ചെയ്ത ഈ പീസ് മേലെ വെച്ചിട്ട് അതിൻ്റെ സെയിം എവിടെയൊക്കെയാണ് നാച്ച് കൊടുത്തിരിക്കുന്നത് ആ പീസിൽ നമ്മൾ നാച്ച് ഒന്ന് അടിച്ചു കൊടുക്കണം. ഇവിടെയൊക്കെ നാച്ച് ഒന്ന് അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ സെൻറ്ററിൽ, നെക്കിൻ്റെ സെൻറ്ററിലും ഷോൾഡറിലും. അഥവാ നാച്ച് അടിക്കാൻ മറന്നു പോയാൽ നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ഇരുന്ന് നാച്ച് അടിച്ച ശേഷം നമ്മൾ ക്യാൻവാസ് അറ്റാച്ച് ചെയ്യാൻ തുടങ്ങുക. സ്റ്റിച്ചിങ്ങും കാണിക്കുന്നുണ്ട്, അപ്പം അടുത്ത വീഡിയോയിൽ സ്റ്റിച്ചിങ് വരുന്നതാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ ബോഡി ഫ്രണ്ട് പാർട്ട് എടുത്ത് മാറ്റണം. ലൈനിങ് എടുത്ത് മാറ്റിയ ശേഷം ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്ക് പാർട്ട് കട്ട് ചെയ്യണം. ബാക്ക് പാർട്ട് കട്ട് ചെയ്യുന്നതിന് സ്ലീവിന് വേണ്ടിയിട്ട് അധികം ഉള്ള പീസ് നമ്മൾ തിരിച്ചിടണം. നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്ലവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഫ്ലവർ ഇപ്പോൾ ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നത്, അപ്പം ഇവിടെയാണ് ഇതിൻ്റെ മടിച്ചടിച്ചിരിക്കുന്നത്. അപ്പോൾ അതങ്ങ് അഴിച്ച് കളയണം. അഴിച്ച് കളഞ്ഞ ശേഷം നമ്മളിതിനെ ഒന്ന് ഫോൾഡ് ചെയ്ത് ടേബിളിലിട്ടിട്ട് ഇടുക. ഇതിനെ നമ്മൾ ഫോൾഡ് ചെയ്ത് ടേബിളിലിട്ടിട്ട ശേഷം ലൂസൊക്കെ നല്ലപോലെ പിടുത്തി കൊടുക്കുക. അതുപോലെ ഈ ലൈനായിട്ടുള്ള വന്നിരിക്കുന്ന ലൈനൊക്കെ കറക്റ്റായിട്ട് വെക്കണം കേട്ടോ.
അല്ലെങ്കിൽ പിന്നെ ചെരിഞ്ഞൊക്കെ നിൽക്കും ഫ്ലവർ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ആ ലൈൻ വന്നിരിക്കുന്ന അതേ ലെവലിൽ തന്നെ നമ്മൾ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ചുളിവുള്ള പീസുകളൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ ബെറ്റർ ആയിരിക്കും. അപ്പം കൂടുതൽ ചുളിവുണ്ടെങ്കിൽ നമ്മളൊന്ന് അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കട്ടിങ് നല്ല വൃത്തിയായിട്ടുണ്ടാവും. അപ്പം ഞാൻ ഈ ബോഡി പീസിനെ ഇതിൻ്റെ മേലെ ഇട്ട് കട്ട് ചെയ്യാനായിട്ട് പോകണം. അപ്പം നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. ഇതിൻ്റെ പ്രത്യേകം പറയാനുള്ളത് എന്നാന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഫ്ലവർ ഉൾട്ടാകാതെ നോക്കണം. അതുപോലെ തന്നെ സ്ലീവിനുള്ള ഇടം നമ്മൾ ഇവിടെ വിടണം. അല്ലെങ്കിൽ നമുക്ക് സ്ലീവിന് പിന്നെ കട്ട് ചെയ്യാൻ തുണി ഉണ്ടാകില്ല. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ 4 പീസ് ഒന്നിച്ച് വെച്ച് ഫോൾഡിങ് കറക്റ്റാക്കി വെച്ച ശേഷം നമ്മളിതിനെ വിടർത്തിയിടുക. കുറവാണെങ്കിൽ കുറച്ചും കൂടെ അങ്ങോട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇവിടെ കുറച്ച് കുറവുണ്ട്. ഞാൻ കുറച്ചും കൂടെ അങ്ങോട്ട് ഫോൾഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഫോൾഡ് ചെയ്ത് തുണി വിരിച്ചിടണം. നല്ല ക്ഷമ വേണം തുണികളൊക്കെ കട്ട് ചെയ്യാനായിട്ട്. ക്ഷമയുള്ളവർക്ക് മാത്രമേ ഇങ്ങനത്തെ പണികളൊക്കെ പറ്റത്തുള്ളൂ. പെട്ടെന്ന് കട്ട് ചെയ്ത് തയ്ച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എപ്പോഴും പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും സാവകാശം ചെയ്യാവുന്ന പണികളിൽ ഒന്നാണ് ഇത്. അതായത് നമ്മൾക്ക് കട്ടിങ് സ്പീഡിൽ ചെയ്യുന്ന എപ്പോൾ ചെയ്താലും സ്പീഡിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണം കംപ്ലൈൻറ്റുകൾ വരാതിരിക്കില്ല സാധാരണ. അപ്പം അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ അത്ര നീറ്റായിട്ട് നമുക്ക് ടൈലറിങ്ങിൽ വൃത്തിയായിട്ടും ചെയ്യാനായിട്ട് പറ്റും. അപ്പം എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. എത്ര വൃത്തിയായിട്ട് എത്ര പതുക്കെ ചെയ്യുന്നോ അത്ര വൃത്തിയായിട്ട്. പക്ഷെ ചില സമയത്തൊക്കെ ഞാൻ സ്പീഡിൽ തയ്ക്കുന്നതാണ് ഏറ്റവും വൃത്തിയായിട്ട് വരുന്നതെന്ന് ആൾക്കാർ പറയാറുണ്ട്, കസ്റ്റമേഴ്സ് പറയാറുണ്ട്. എനിക്ക് പതുക്കെ ചെയ്യുന്നതാണ് ഇഷ്ടം. പിന്നെ തിരക്കൊക്കെ കൂടുന്ന സമയത്ത് മാത്രമാണ് ഞാൻ സ്പീഡ് കട്ട് ചെയ്യുക. അപ്പോൾ ലൈനിങ് ഇട്ട് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കുന്നു, പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യുന്നു. അപ്പോൾ അവർക്കത് ഭയങ്കര കംഫർട്ടബിൾ ആണെന്ന് അവർ പറയാറുണ്ട്. എനിക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും പതുക്കെ ചെയ്യുന്നത് തന്നെയാണ് ഇഷ്ടം. ഓക്കെ, നമുക്ക് കട്ട് ചെയ്യാം. ഷേപ്പിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ മറക്കരുത്. കറക്റ്റ് കട്ട് ചെയ്ത് എടുക്കുമ്പോൾ നമ്മൾ ആ ഷേപ്പ് എല്ലാം കറക്റ്റായിട്ട് നോക്കി വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടൂടെ നമ്മളിവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മുടെ നാച്ചൊക്കെ പഴയ പോലെ തന്നെ ഒന്ന് പതുക്കെ നാച്ച് അടിച്ചു കൊടുക്കുക. നമുക്ക് സമയം ലാഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരുമിച്ച് കട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്നിച്ച് എങ്ങനെ കട്ട് ചെയ്യുക, ലൈനിങ് ഇട്ട് കട്ട് ചെയ്യുന്ന ടോപ്പും പാൻറ്റും സെറ്റ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാനായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തത് നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. സ്ലീവ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിനൊരു പ്രത്യേകതയുള്ളത്, ഇപ്പം വൺ സൈഡാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്തിടണം. ഇല്ലെങ്കിൽ ഒരു കൈ പൂവ് സ്ട്രെയിറ്റും ഒരു കൈ ഉൾട്ടായാവും. കണ്ടോ, ഒരു സൈഡിൽ മേലോട്ടും ഒരു സൈഡിൽ താഴോട്ടുമാണ് ഇതിൻ്റെ ഫ്ലവർ ഉള്ളത്. അപ്പം നമ്മളതിനെ ഒന്ന് ഡിവൈഡ് ചെയ്തിടണം. എങ്ങനെയാണ് അടിയിലത്തെ പീസുള്ളത് അതേപോലെ തന്നെ നമ്മൾ ഇട്ട ശേഷം നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച സ്ലീവ് ഉണ്ടല്ലോ, ആ സ്ലീവ് എടുത്ത് ഇതിൻ്റെ മേലെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കും. നമുക്ക് പ്രത്യേക മെഷർമെൻ്റ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. അതിന് വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടി തന്നെയാണ് ഇത്. സ്ലീവും അങ്ങനെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കും. ഓക്കെ, ഇവിടെ നാച്ചൊന്ന് അടിച്ചു കൊടുക്കാൻ മറക്കണ്ട.
അതുപോലെ തന്നെ ഇതിൻ്റെ ഇവിടെ 4 പീസ് വന്നിട്ടുണ്ടല്ലോ, ഈ 4 പീസും ചേർത്ത് വെച്ചിട്ട് നമുക്കിവിടെ ഒരു ഇവിടെ ഒരു ജോയിൻറ്റ് വേണമെങ്കിൽ കൊടുത്തിട്ട് അതിൻ്റെ വണ്ണം അഡ്ജസ്റ്റ് ആയി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കൊടുത്താൽ മതി. ഈ പീസ് 4 ഇവിടെ എടുത്ത് വെക്കുക. ഞാൻ എപ്പോഴും ഇത് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യാറ്, കാരണം ഇവിടെ ആംഹോളിൻ്റെ അവിടെ ചിലപ്പം ക്ലോത്ത് തികയാതെ വരാറുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഈ പീസ് എപ്പോഴും എടുത്ത് വെക്കാറുണ്ട്. അതുപോലെ നിങ്ങളും എടുത്ത് വെക്കുക. പിന്നെ ആ ഷേപ്പിൽ തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത ആ കഷ്ണങ്ങൾ കളയാതെ എടുത്ത് വെക്കുക. അപ്പോൾ മനസ്സിലായെന്ന് കരുതുന്ന എല്ലാവർക്കും കട്ടിങ് എങ്ങനെയാണ് കട്ടിങ് 3-4 പീസ് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടതെന്ന് ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഡൗട്ടുകൾ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം, കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മുടെ വീഡിയോ ഇത്രയും സമയം ക്ഷമയോടെ കണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത കാണാം. ഓക്കെ, താങ്ക് യു.